കാലാവസ്ഥ നല്ലത് വേണം, അല്ലെങ്കിൽ നടക്കില്ല. ഭാവന ഉണ്ടാവുമോ അടുത്ത 2020? ഇപ്പോൾ ഭാവന അമ്മയിലില്ല, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ 2020 നല്ല റോൾ ചെയ്തതാണ്. അതിപ്പോൾ മരിച്ചു പോയവരെ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെയാണ് നമുക്ക് അമ്മയിലുള്ളവരെ വെച്ചെടുക്കേണ്ടി വരും. അമ്മയിലില്ല എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മയിലില്ലാത്തവരെ അഭിനയിപ്പിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും നമുക്ക് അമ്മയിലുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. അവർ കഴിഞ്ഞ 2020 നമുക്ക് ഇത്രയും അംഗങ്ങളുണ്ടായിട്ട് ആലോചിച്ച് നോക്കുക. നെടുമുടി വേണമെന്ന് പറഞ്ഞ് ഇത്രയും മഹാനായൊരു നടൻ ആ സിനിമയിൽ ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തിന് പറ്റി വേഷം വന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. നിങ്ങളുടെ മാർക്കറ്റ് റേറ്റ് നോക്കിയിട്ടല്ലേ സാധാരണഗതിയിൽ? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? അല്ല, കഥ നോക്കിയിട്ടല്ലേ. ഇപ്പോൾ 2020 ചെയ്തപ്പോൾ മമ്മൂക്കേൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞു. ഞാനാണ് മമ്മൂക്കേൻ്റെ സംസാരിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഞാൻ ഈ പടത്തിൽ വില്ലൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഞെട്ടിപ്പോയി. കാരണം മമ്മൂക്ക വില്ലൻ ചെയ്യേ എന്ന് ചോദിച്ചു. ഞാനിത് ജോഷി സാറിൻ്റെ അടുത്തും ദിലീപിൻ്റെ അടുത്തും എന്നെ ഓടിച്ചവർ. കാരണം ആ ഒറ്റ കാരണം മതി ആ പടം പൊട്ടാൻ. പക്ഷെ മമ്മൂക്ക പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഈ പടത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ പടത്തിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അമ്മയുടെ ഷോ വരുമ്പോൾ തന്നെ മമ്മൂക്ക മറ്റേ കഴിഞ്ഞ ഷോയിൽ കാണാം ഒരു മറ്റേ ഇതും പിടിച്ചെടുത്ത് നടക്കുന്നു പോകുന്നത് പാസിങ് ഷോട്ടിൽ. ഇത് മമ്മൂക്ക് വേറെ സ്ഥലത്ത് പോയി ചെയ്യാൻ പറ്റുമോ? അമ്മയുടെ ഇതിലാവുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ചെയ്താലും അതിന് കുറ്റമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കഥയെ ആസ്പദമാക്കിയായിരിക്കും. സിനിമാരംഗം സംഘടനകളും വാക്പോരുമായിട്ട് മാറിയില്ലേ ഇപ്പോൾ നിലവിൽ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ കഴിഞ്ഞൊരു 3-4 ജനറേഷനിൽ വന്ന ആളാണ്. ഇപ്പം എന്താ പറയുക, മീഡിയകൾ വന്നു, ആർക്ക് എന്തും പറയാമെന്നായി, ഒരു സ്നേഹബന്ധമില്ലാതെ പലപ്പോഴും ഇപ്പോൾ ഇതര സംഘടനയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരെന്നെ വാർത്ത ഉണ്ടാക്കും, അവരെന്നെ പിറ്റേ ദിവസം വാർത്ത പിൻവലിക്കും, അല്ലെങ്കിൽ അവരെന്നെ മാപ്പ് പറയും. ഷൈനികവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? എൻ്റെ അമ്പോ എൻ്റെ ചെരുപ്പ് ഒരു 3-4 കഴിച്ചു പോയി നടന്ന് കിടന്നത്. അവസാനം അതൊരു എവിടെയൊക്കെ എത്തിച്ചു. കാരണം അത് ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞാനിപ്പോൾ ഷൈനികത്തിനെ അനുകൂലിക്കുന്നൊന്നുമില്ല. ഷൈനികത്തിൻ്റെ ഭാഗത്തും അന്ന് തെറ്റുകളുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും. അത് പക്ഷേ നമുക്ക് ഒരാൾക്ക് ശിക്ഷ എത്ര കൊടുക്കാം? അപ്പോൾ ഒരു ചാനലിലെ റിപ്പോർട്ടർ എന്നെ രാത്രിക്ക് വിളിക്കും. ചാനലിൽ ഞാൻ പറയുന്നില്ല, രാത്രി ഒരു പെൺകുട്ടിയാണ് രാത്രിക്ക് വിളിച്ചിട്ട് ഷൈനികം ഭയങ്കര ആ കുട്ടിയാണ് ഷൈനികത്തിൻ്റെ മൊത്തം പ്രസ് ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കുറേ കാലമായിട്ട് ഷൈനികത്തിൻ്റെ ഇതൊന്നും കേൾക്കാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ദിവസം രാത്രി 2:30 എനിക്കിത് ഓർമ്മ വന്നു. ഞാൻ ആ കുട്ടിയെ വിളിച്ചു. ഞാൻ ചോദിച്ചു ഷൈനിക എവിടെ ഉണ്ട് ചോദിച്ചു. അപ്പോൾ എന്താ ഷൈനികത്തിന് വല്ലതും പറ്റിയ? ഞാൻ ഷൈനികത്തിന് പറ്റിയ അങ്ങനെ ആളുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പം ചോദിക്കില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണെന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബഹളം ഉണ്ടാക്കലാണ്. എന്ത് കാര്യം? ആ പാവം നല്ല ആർട്ടിസ്റ്റാണ്. എനിക്കറിയാം ആ സമയത്തും ഇപ്പോഴും ഷൈനികത്തിന് 10ഓളം നല്ല പ്രോജക്റ്റുകൾ, എന്നുവെച്ചാൽ മലയാളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു 10ഓളം പ്രോജക്റ്റുകൾ ഷൈനികത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ വിവാദങ്ങൾക്കിടയിലും പഴയ സൗഹൃദ ബന്ധം ഇപ്പോഴും സിനിമാ മേഖലയിലെ സൗഹൃദ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ അതിന് ലിമിറ്റ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന ആളുടെ വീട്ടിൽ ഇന്ന ആളെ മൂത്ത മകൾ ഇന്ന ചെയ്യുന്നു, ഇന്ന കോഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു, ഇത്ര കുട്ടികൾ, ഇപ്പോൾ ആ വക ചർച്ചകളൊന്നുമില്ല. അത് വളരെ ഒതുങ്ങിപ്പോയി. മറ്റേത് ഇന്ന ഇപ്പോൾ ഒടുവിൽ ഉണ്ണിച്ചാൻ്റെ വീട്ടിൽ നമ്മൾ പോകും, ആ വഴിക്ക് പോകുമ്പോൾ പാലക്കാട് പോകുമ്പോൾ ഉണ്ണിച്ചാൻ്റെ വീട്ടിൽ കയറും, അല്ലെങ്കിൽ ഇപ്പുറത്ത് ആലുവ പണ്ട് ശങ്കരാചാര്യൻ്റെ വീട്ടിൽ കയറും, ചായ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ശങ്കരാചാര്യൻ്റെ വീട്ടിൽ കയറും. ഇങ്ങനെയൊക്കെ നമ്മളൊരു സൗഹൃദം. ഇപ്പം അതൊന്നുമില്ല, ആർക്കും സമയമില്ല. ശങ്കരാചാര്യൻ്റെ വീട്ടിൽ പോയി ചായ, ചേട്ടൻ്റെ കാര്യത്തിലൊക്കെ വളരെ ആലോചിക്കും, ഒരു ചായ. പിന്നെ ഒടുവിലായി തിരിച്ചായിട്ടാ ഭയങ്കര ലാവിഷായി. പണ്ട് ഞങ്ങൾ സെറ്റിൽ ഭയങ്കര തമാശയാണ്. ശങ്കരാചാര്യ ചേട്ടൻ പൈസ ചെലവില്ലേ, അങ്ങനെ സമ്പാദിച്ച ആളാണ്. എത്ര പ്രോപ്പർട്ടി ഒന്നും ചേട്ടൻ അല്ല, അങ്ങനെ അല്ല, ഓരോരുത്തരുടെ ക്യാരക്ടറുണ്ട്, നമ്മളൊരു തമാശയായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ ഒടുവിലായപ്പോൾ ഭയങ്കര ലാവിഷമായിരുന്നു. ഈ നടിയെ ആക്രമിച്ച കേസിൽ എന്തുകൊണ്ടാണ് മൊഴി മാറ്റിയത്? അത് ആരാ മൊഴി മാറ്റിയെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ കൊടുത്ത മൊഴി എനിക്കല്ലേ അറിയുള്ളൂ. കോടതി രണ്ടാമത് വിളിക്കുന്നത് പോലീസ് എഴുതി വയ്ക്കുന്നത് പൂർണ്ണമായും ശരിയല്ല എന്നുള്ളതുകൊണ്ടല്ലേ കോടതി നമ്മളെ വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കൊടുത്ത മൊഴിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചതാണ്, ഞാൻ ഒപ്പിടണ്ടെന്ന് ചോദിച്ചു. അവർ ഒപ്പിടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുറേയൊക്കെ ഉണ്ട്, കുറേയൊക്കെ ഇല്ല. അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങളും അവർ എടുത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഇതുള്ളൂ. പിന്നെ കോടതി ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ പോരെ. ഞാൻ കോടതി എൻ്റെ അടുത്ത് ചോദിച്ച് 2-3 കാര്യങ്ങൾ നിങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നുണ്ട്. രേഖാപരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാൻ കയറി അങ്ങനെ എല്ലാം പറയണം. പിന്നെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഇത് മുഴുവൻ പറയാൻ പറ്റും എനിക്ക് കോടതിയിൽ? നടിക്ക് അവസരങ്ങൾ നിഷേധിക്കാൻ രേഖാമൂലമായിട്ട് എനിക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. അതാണ് ഇപ്പോഴും കോടതിയിലെടുത്ത സ്റ്റാൻഡ്. ഞാൻ തന്നെ രേഖാമൂലമായിട്ട് എനിക്ക് പരാതി തന്നിട്ട്, പക്ഷെ പറഞ്ഞിരുന്നു. അതല്ല, അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? അതാണ് ഞാൻ ഈ കേൾക്കാത്ത കാര്യം. ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യം നാട്ടുകാർക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അല്ല, ബാബു തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ആ പറഞ്ഞിട്ടില്ല. പറയാത്ത പോയിന്റാണ് അവർ എഴുതി വെക്കണം. ഞാൻ പറയാത്ത ഒരുപാട് പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പല പോയിന്റുകൾ അവർ എഴുതിയിട്ടുമില്ല.
ഇതാണ് ഞാൻ കോടതിയിൽ വാദിച്ചുള്ളൂ. ദിലീപ് അവസരം നിഷേധിച്ചു. അല്ല, നമുക്കറിയാത്ത കാര്യം. അവർ തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരിക്കും, അവർ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊന്നും നമ്മളോട് പറഞ്ഞിട്ടല്ലല്ലോ. അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ തെറ്റുമ്പോൾ മാത്രം പറയുന്ന കാര്യം ശരിയാണോ? അവർ തമ്മിൽ പലതും ഉണ്ടായിരിക്കും. നമുക്കറിയാത്ത കാര്യങ്ങൾ, നമ്മുടെ മുമ്പിൽ വരാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണ്. ഇതിനകത്ത് ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് ഏത് നിലയാണ് കോടതിക്ക് സ്ഥാപിക്കാനാവുക? എൻ്റെ ഒരു സ്റ്റാൻഡ് ഇപ്പോഴും അപ്പോഴും ഒന്ന് തന്നെയാണ്. കാരണം ഞാൻ അറിയുന്ന ദിലീപ് ഇത് ചെയ്യില്ല. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അറിയുന്ന ദിലീപ് ഇത് ചെയ്യില്ല. അതിന്റെ ഒരു കൺക്ലൂഷൻ ഞാൻ ചോദിക്കുന്നത്, അതിലേക്ക് എത്തിപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെയാണ് ഇടവേള ബാബുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അറിയാത്ത കാര്യമാണ്. എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് അതിന്റെ എന്താണ് അതിന്റെ സത്യം മിഥ്യ എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. ഇടവേള ബാബു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? നടിക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നതിന് ദിലീപ് ഒരു കാരണമായിട്ടുണ്ടെന്ന്? എനിക്ക് രേഖാമൂലം പരാതി തന്നിട്ടില്ല. പരാതി തന്നിട്ടില്ല, പക്ഷെ പറഞ്ഞിരുന്നു. അല്ല, അതാ പറഞ്ഞു, പലതും അതിന്റെ അപ്പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ എനിക്ക് കോടതിയിൽ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് തുറന്ന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞാനും കുട്ടിയും തമ്മിൽ പറഞ്ഞിരുന്നല്ലോ, നടിക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നതിന് ആ ഒരു വേർഡിലല്ലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ വേർഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതെപ്പോഴും ഞാൻ പറയുന്നു. കാരണം അതാണ് പറഞ്ഞത്, ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരല്ലേ. അല്ല, ഇതിനകത്ത് രേവതിയൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു? ലജ്ജാകരമല്ലേ എന്നൊരു ചോദ്യം. അല്ല, ഈ രേവതി എവിടെയായിരുന്നു ഇത്രയും കാലം? നിങ്ങളുടെ പിന്തുണയൊന്നും അവർക്കുണ്ടായിരുന്നു? അല്ല, 100%. അതാണ് ആദ്യം വിളിച്ചു പറയുന്ന ആരാണ്? ഇന്നസെന്റ് ഏട്ടനാണ് CM വിളിച്ചു പറയുന്നത്. അതൊക്കെയാണ് അവിടെ നിന്ന് തൊട്ടേ എല്ലാ കാര്യങ്ങളിലും ഇവരുടെ വീട്ടിൽ പോകുന്ന ഒക്കെ നമ്മൾ തന്നെയായിരുന്നു. നമ്മൾ ഒരു പോയിന്റിൽ വർഷമായിട്ട് 2018 മുതൽ നമ്മൾ ഇത് കാണുന്നതാണല്ലോ, ആരൊക്കെ എന്തൊക്കെ നിലപാട് സ്വീകരിക്കുന്നു എന്ന്. അപ്പൊ അമ്മ അതിന്റെ അവരുടെ കൂടെ ഒന്നും പറയല്ലേ? 100% കൂടുന്നതാണ്. 100% കൂടുന്നതാണ്. ഒരു ഘട്ടത്തിൽ നമ്മൾ അകറ്റിയതാണ്. അത് കുറേ തെറ്റിദ്ധാരണപരമായിട്ടുള്ള ചിലരുടെ അജണ്ടകൾ ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഒന്നിലും ഓവർടേക്ക് ചെയ്യാൻ പോകില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ പോലീസ് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി വെച്ചതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, പോലീസ് മൊഴി എഴുതി കഴിഞ്ഞതിന് ശേഷം വായിക്കുമല്ലോ? ഇല്ല, വായിച്ചു കേൾപ്പിച്ചിട്ടില്ല. എൻ്റെ മുമ്പിൽ വെച്ചത് എഴുതിയിട്ട് പോലും ഇല്ല. അന്നത് ഇടവേള ബാബു നിഷേധിച്ചിട്ടില്ല. ഞാൻ പഴയ നിങ്ങളുടെ റെക്കോർഡ്സ് എടുത്ത് നോക്കിയോളൂ. ഞാൻ പറഞ്ഞ മൊഴിയല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട നടി വാക്കാലെങ്കിലും പരാതിയുമായി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വാക്കാലിന് പ്രസക്തി ഇല്ലല്ലോ. അവിടെ കോടതി ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് താങ്കൾ ഓർമ്മയില്ല എന്ന മറുപടിയാണോ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ പിന്നീട് കോടതിയിലെ മൊഴി കൊടുത്തതിന് ശേഷം ഇക്കാര്യം ഓർമ്മ വന്നിട്ടുണ്ടോ, അതോ എന്നേക്കുമായി അത് മറന്നുപോയോ? അല്ല, അത് എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അപ്പം അതാണ് ഞാൻ പലതും സംസാരിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പെർട്ടിക്കുലർ വേർഡ് എടുത്ത് എനിക്ക് പറയാൻ പറ്റില്ല. പലതും സംസാരിച്ചിട്ടുണ്ട്. ഇതും ഇതിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഒരാളുടെ കാര്യമല്ല ഹാൻഡിൽ ചെയ്യുന്നത്, ഒരുപാട് പേരെ കാര്യം ഹാൻഡിൽ ചെയ്തിട്ട്. അപ്പം ഒരു ഘട്ടത്തിൽ തെറ്റിയപ്പോഴാണ് ഇതൊക്കെ പ്രശ്നങ്ങളായി. അതുവരെ ഒരു സൗഹൃദങ്ങളായിരുന്നു. അപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ടില്ല, തെറ്റിയപ്പോഴും പോയിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിന്നു. ഇനി എന്തെങ്കിലും അത് ഓർമ്മ വരുമോ? എന്തിനു ഞാൻ ഓർക്കേണ്ട വിഷയമല്ല അത്. കാരണം എൻ്റെ ഒരു വാക്കല്ല അതിൽ കാര്യം. ഇവർ തമ്മിൽ വഴക്കുണ്ടോ ഇതുണ്ടെങ്കിൽ ഇവർക്ക് തെളിയിക്കാൻ 100 കാര്യങ്ങളില്ലേ. എൻ്റെ വാക്കിലാണോ ഇരിക്കണേ? ഞാൻ ഇനിയിപ്പോൾ പറയാണ് അതെ അവരത് ഭയങ്കര വഴക്കാരെന്ന് പറഞ്ഞാൽ അതിൽ പല കാര്യമുണ്ട്. എനിക്കിത് ഇത് കഴിഞ്ഞാൽ ദിലീപിൻ്റെ വക്കീൽ എന്നെ ക്രോസ് ചെയ്യും. അപ്പോൾ അതിന് ഉത്തരം ഞാൻ പറയണ്ടേ? ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ പറ്റി നടക്കുമോ? അങ്ങ് ഒരു പുലിയെ തിന്നാൻ പോലെ ഇരിക്കണേ എൻ്റെ ഇന്നൊരു വാക്ക് കിട്ടാൻ. അപ്പോൾ ഒന്നുകിൽ ഈ അച്ഛനെ അമ്മയും തല്ലിയ രണ്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഒന്നുകിൽ നമ്മൾ ഇവർ കുറ്റം പറയും, പ്രോസിക്യൂഷൻ പറയും, അല്ലെങ്കിൽ അപ്പുറത്ത് കുറ്റം പറയും. നമുക്ക് ഒരുപാട് നടിമാർക്ക് ഈ നിലയിലുള്ള പരാതിയുണ്ട്. ഇതിപ്പം WCCയുടെ രൂപീകരണം തന്നെ അതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, രേവതി തുടങ്ങുന്നത് തന്നെ ഫേസ്ബുക്ക്. എനിക്കിവിടെ പറയാനത് ബുദ്ധിമുട്ടുണ്ട്. ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന വിധത്തിലാണ്. അത്രയും വലിയ നമുക്ക് അനുഭവമില്ലാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ WCC നല്ല കാര്യമാണ്, അവർ സ്വാഗതം ചെയ്തതാണ്. മലയാള സിനിമയിൽ അമ്മയിൽ ഒരു സ്ത്രീ വിരുദ്ധത പ്രകടമല്ലേ? എനിക്കങ്ങനെ ഇതുവരെ തോന്നിയില്ല. കാരണം എൻ്റെ നല്ല സുഹൃത്തുക്കളെല്ലാം സ്ത്രീകളാണ്, നല്ല സുഹൃത്തുക്കളെല്ലാം. എനിക്കങ്ങനെ വിരുദ്ധതയും കാര്യം. നമുക്ക് ഇടപഴകാൻ കഴിയുന്നവരുമായിട്ട് മാത്രമേ നമ്മൾ ഇടപഴകുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഈ മലയാള നികേഷ് ഭായി എങ്ങനെയാണ് ഇടപെടുന്നത്? നികേഷ് ഭായിക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലത്തല്ലേ ഇടപെടുന്നത്? പക്ഷെ നമ്മൾ അവർക്കൊരു ബഹുമാനം കൊടുക്കണ്ടേ? നമ്മൾ ആർക്കെ ബഹുമാനം? ഒരാൾ പറയട്ടെ നമ്മൾ ബഹുമാനിച്ചില്ല എന്ന്. ഇവർക്ക് അത് കുറച്ച് ആൾക്കാർ പറയുന്നതല്ലേ, ഭൂരിപക്ഷം പറയട്ടെ. എത്രയോ തലമുറകൾ ഇവിടെ കടന്നു പോയതാണ്. അവരാരെങ്കിലും പറയട്ടെ നമ്മളവരെ ബഹുമാനിച്ചില്ല. ഇന്നും എന്നെ 2 ആഴ്ച കൂടുമ്പോൾ ശാരദാമ്മ വിളിക്കും, ജയഭാരതി ചേച്ചി വിളിക്കും. അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രൗഢി നഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടില്ല. ഒരിക്കലും തോന്നിയിട്ടില്ല. അതിൽ ഉള്ള 400 ചില്ലാൻ ആളുകളും പറയില്ല. കാരണം അമ്മ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്.
ഇതെന്താ പറയുക, പുറത്തുള്ളവനത് എങ്ങനെയെങ്കിലും തല്ലിപ്പിടിച്ച് പോകണം. കാരണം എന്നാലും സുഖമാണല്ലോ, നമുക്കൊന്നും കിട്ടിയില്ല. ആ വീട് ചില വീട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഇത് പൊളിച്ച് കളയാൻ എങ്ങനെയാണെന്ന്. അതാണ് ഞാൻ മലയാളികളെ കുറ്റം പറയില്ല, നമ്മുടെ ചിന്തകൾ അങ്ങനെയാണ്. കാരണം അങ്ങനെ നന്നായി അങ്ങനെ ഇരിക്കേണ്ട, ഇത്രയേ ഉള്ളൂ. ഇത് 90% ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയുക, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ വന്നിട്ട് ഒരു രക്ഷയില്ലാണ്ടൊക്കെ ഇതാണ് ഇവരെയൊക്കെ പിന്നോപ്പുറം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ സിനിമ തന്നെയാണ് ഇവരുടെ WCC അല്ല ഈ കുറ്റം പറയുന്ന ആരും, ഇൻക്ലൂഡിങ് മീഡിയയിൽ എത്ര പേര് സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ടെന്ന് എപ്പോഴും എടുത്ത് പറയാം. മെയിൻ അസൂയാണ് ഇതിൽ. അല്ലെങ്കിൽ ഇപ്പം അമ്മയുടെ ജൽബോഡിക്ക് മീഡിയ നിങ്ങളുടെ തോന്നലല്ലേ ഷീഡവേള ബാബു? ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്താ പറയുന്നത്, അല്ലാതെ വേറൊരു വിരോധം മൂടില്ല, ഒരു വിരോധവും ഇല്ല. എല്ലാവർക്കും ചെറിയൊരു അസൂയ, അത്രയേ ഉള്ളൂ. അസൂയ തോന്നാൻ മാത്രം എന്താ ഉള്ളത്? അതാണല്ലോ നമ്മൾ സമൂഹത്തിൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ. എൻ്റെ നാട്ടുകാരെ പറ്റി പറയും, ഇരിങ്ങാലക്കുട വളരെ നല്ല ആൾക്കാരാണ്, വളരെ സ്നേഹമുള്ളവർ. പക്ഷേ ഇരിങ്ങാലക്കുടക്കാർക്ക് വലുതായി പോയി കഴിഞ്ഞാൽ ഒന്നും പതുക്കെ പിടിച്ച് തോട്ടും എന്ന് പറയാറുണ്ട് എൻ്റെ കാരണവന്മാർ പറയും. അതുപോലെ തന്നെയാണ് നോക്കൂ. പക്ഷേ നിങ്ങളിൽ ഒരാൾ ആക്രമിക്കപ്പെട്ടപ്പോൾ, അതും ഏറ്റവും നിഷ്ഠൂരമായ വിധത്തിൽ അല്ല ഞാൻ പറയുന്നത്, അതിനകത്ത് നിങ്ങൾക്ക് നേരത്തെ വീണ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഒത്തൊരുമയോടെ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയിരിക്കാം. എല്ലാം നമുക്ക് തികഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ അടർത്താൻ ഒരു ഗ്രൂപ്പ് ശ്രമിച്ചു എന്നുള്ള സത്യമാണ്. അത് പുറത്തുനിന്നാണ്. ഇത് നല്ലൊരു സന്ദർഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ടോർപിഡോ വെക്കാൻ കുറെ ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളത് പുറത്തുനിന്ന് വെച്ചാൽ എവിടെ? സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ. നിങ്ങൾ സഹായിക്കാൻ പോകുന്നില്ല, സഹായിക്കാൻ പോവാത്തതിൽ പ്രതിഷേധിച്ച ഒരു കൂട്ടം ആളുകൾ അവരെ അവരുടെ ഒരു ഫുൾ ടൈം എടുത്ത് സഹായിക്കുന്നു. WCCയിലുള്ള ആളുകളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ ഷീഡവേള ബാബു. താങ്കൾ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഒരാൾക്ക് പോലും പടമില്ല. എനിക്ക് വലിയ പടം ഈ കോവിഡ് കാലത്തല്ല ഞാൻ പറയുന്നത്. അല്ല, അല്ലെങ്കിലും നമ്മൾ അതല്ല, പടവും ഇതും തമ്മിൽ സംഘടനയും തമ്മിൽ ഒരു ബന്ധമില്ല. അതൊക്കെ വെറും ഇതാണ്. ഡയറക്ടേഴ്സ് അല്ലേ തീരുമാനിക്കുന്നത് 90%. ഇപ്പോൾ തന്നെ ഇടവേള ബാബു പറഞ്ഞു കഴിഞ്ഞു, ഈ നടിയെ മറ്റ് ദിലീപ് വേറെ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്, അതുപോലെ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് തന്നെ കൂട്ടം തെറ്റിപ്പോയാൽ നിങ്ങൾ എറിഞ്ഞിട്ട് നമ്മളൊന്നും അതിന്റെ പിന്നാലെ സമയം കളയുന്നില്ല ചേട്ടാ. വെറുതെ പറയാണ്. നമുക്ക് 100 കാര്യങ്ങളുണ്ട്. ഇയാൾ എന്ത് ചെയ്യണോ, അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഏത് പടത്തിൽ വേണം, ഇതൊന്നും അന്വേഷിച്ചെടുക്കാൻ നമുക്ക് നേരമില്ല, അതിൻ്റെ ആവശ്യമില്ല. അവർ ജീവിക്കണം, ജീവിച്ചോട്ടെ. ഇപ്പോൾ തിലഞ്ചേട്ടൻ നമ്മൾ ആവശ്യം കൂടി ഞാൻ പറയാം. തിലഞ്ചേട്ടൻ നമ്മൾ തെറ്റിയെന്ന് പറഞ്ഞു, തിലഞ്ചേട്ടനായിട്ട് കഴിഞ്ഞാൽ എത്രയോ പടത്തിൽ ചെയ്തു. നടൻ സിദ്ദിഖ് അമ്മയുടെ ഭാരവാഹിയാണ്, നേതൃത്വത്തിലുള്ള ആളാണ്. ഇദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം നടി രേവതി സമ്പത്ത് ഉന്നയിക്കുന്നു. ഈ കാര്യത്തിൽ സിദ്ദിഖിനോട് വിശദീകരണം തേടിയോ? സിദ്ദിഖ് അതിനു മുമ്പേ നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വളരെ വിശദമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തതാണ്. എന്തായിരുന്നു അതിൻ്റെ തീരുമാനം? അല്ല, ഇപ്പം താങ്കൾക്കെതിരെ ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ആരോപണം, നമുക്ക് തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ആക്ഷൻ. സിദ്ദിഖ് ഈ ആരോപണം തുടങ്ങിയപ്പോൾ തന്നെ അമ്മയുടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ആർക്കാരെ പറ്റിയും ആരോപണം ഉന്നയിക്കാമല്ലോ, അതിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ പറ്റുമോ? അതിനൊരു തീരുമാനമാവട്ടെ. ഇപ്പം അത് എവിടെ പോയി, എനിക്ക് ആ കേസ് എവിടെയാണെന്ന് അറിയില്ല. സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർക്കുന്ന ആളാണ് നടി ഭാഗ്യലക്ഷ്മി അനശ്വര. ഒരു മനുഷ്യനെതിരെയും നമുക്കറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്തിനാ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോയി ഇടപെടുന്നത്? ഇപ്പം നമുക്കൊരു ഫേസ്ബുക്കും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചാൽ എന്ത് തോന്നിവാസമാണെന്ന് അതിന് നമ്മൾ ഒരു തരത്തിൽ അംഗീകരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഗാന പറഞ്ഞ പോലെ ഫെഫ്ക അതിന് പിന്തുണ നൽകി, നിങ്ങളെ പിന്തുണ നൽകിയിട്ടില്ല. അല്ല, അങ്ങനെ ഒരു സംഭവം എല്ലാത്തിനും കേരളത്തിൽ അങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ സംഭവത്തിനും പിന്തുണ. ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിനും പറ്റില്ലല്ലോ. അവിടെയാണ് WCCക്ക് പറ്റിയത്. WCC സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടനയാണെന്ന് പറഞ്ഞിറങ്ങി. അവർ കുറേ കാര്യങ്ങൾക്ക് പ്രതികരിച്ചു, പിന്നെ പ്രതികരണമില്ല. പല സംഭവങ്ങളും ഇവിടെ നടന്ന എല്ലാ സ്ത്രീ വിഷയങ്ങളും അവർ പ്രതികരിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ പോയി പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിനെ നേരിടണം. അങ്ങനെ ഒരു സംഘടന അല്ലാതെ എങ്കിൽ പോലും അംഗങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അതിൽ ഇടപെടേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കൊരു പ്രശ്നത്തിൽ ഇടപെടാത്ത ആർക്കൊരു പ്രശ്നം പറയട്ടെ, ഏതെങ്കിലും ഒരു അംഗത്തിന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഇടപെടാത്തിരുന്നിട്ടില്ല. നടിയുടെ പ്രശ്നത്തിൽ ആദ്യം നമ്മളാണ് ഇടപെട്ടെ. അത് ഹൈജാക്ക് ചെയ്ത് കൊണ്ടേതാണ്. ഇന്നസെന്റ് ആയിട്ടാണ് കാലത്ത് CM-നെ വിളിച്ചു പറയുന്നത്. CM-നെ വിളിച്ചു പറയുന്നുള്ളല്ലോ. അത് ഫോളോ അപ്പ് അവരുടെ ജീവിതത്തിൽ അവരിപ്പോ നേരിടുന്നത് എന്താണ്? അവര് ഞാൻ പറയട്ടെ, നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അന്ന് അവര് നിയമ നടപടികൾ കോടതിയിൽ 7 ദിവസമാണ് അവർക്ക് ഇത് വേണ്ടി വന്നത്. ഏത് തരത്തിലാണ് ധാർമ്മികമായ ഒരു സപ്പോർട്ട് വേണ്ടേ? അല്ല, സഹായം വേണ്ടെന്ന് പറഞ്ഞു. അതെ, ഏത് ഘട്ടത്തിലും
ഇപ്പോഴും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആ കുട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ മലയാള സിനിമയുടെയോ സംഘടനയുടെ ചരിത്രത്തിലെ ഒരു വലിയ കറുത്ത പൊട്ടായി കിടക്കില്ലേ? അല്ല, ചില സംഭവങ്ങൾ അങ്ങനെ തിരുത്തപ്പെടാൻ വർഷങ്ങളെടുക്കും. അത് തിരുത്തപ്പെടുമെന്നെങ്കിലും തിരുത്തപ്പെടാൻ വർഷങ്ങളെടുക്കും. ചിലപ്പോൾ നമ്മുടെ തലമുറ കഴിഞ്ഞിട്ടായിരിക്കും തിരുത്തപ്പെടാൻ പോണത്. തിലകന്റെ കാര്യത്തിൽ പോലും ഒരു മാപ്പ് അദ്ദേഹം അർഹിക്കുന്നുണ്ട്. അല്ല, നമുക്ക് അതിനെ കുറിച്ച് കളങ്കമില്ല. അന്ന് ഇന്ത്യ വിഷനാണ് ഒരു പ്രധാനപ്പെട്ട മാധ്യമം. അതിൻ്റെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ചർച്ചയ്ക്കിരിക്കുന്ന ഒരാളാണ് ഞാൻ. തിലകൻ വിഷയം മുഴുവൻ ഇന്ത്യ വിഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. നിങ്ങളൊക്കെ തിലകനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന്. അല്ല, അതിൽ ഒരു സംഘടനാപരമായ മര്യാദകൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് തിലകൻ ചേട്ടനെ എത്തുന്നത്. എല്ലാ സംഘടനാപരമായ മര്യാദകളും ഇപ്പം നമ്മൾ മറ്റേ നിയമ പുസ്തകത്തിൽ മാറ്റുന്ന കാര്യങ്ങൾ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എക്സ്പ്ലനേഷൻ ചോദിച്ചു, എക്സ്പ്ലനേഷൻ തന്നില്ല, സിറ്റിംഗ് കൊടുത്തു, സിറ്റിംഗ് കഴിഞ്ഞു, ഫൈനലായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു. എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ്. ഷമ്മി തിലകൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, മോഹൻലാലിന് കത്തെഴുതിയിട്ട് പോസ്റ്റ്മസ് ബഹുമതി എന്നുള്ള നിലയിൽ അമ്മയുടെ അംഗത്വം കൊടുക്കണമെന്ന്. അല്ല, മരിച്ചുപോയ അംഗത്വം കൊടുക്കുന്ന എനിക്കറിയില്ല. അങ്ങനെ പ്രൊസീജിയർ ഞാൻ പല വക്കീലുമാരായിട്ട് ക്രിയേറ്റ് അല്ല, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. സാധാരണ അമ്മയുടെ നമ്മുടെ ജനറൽ ബോഡിയുടെ മുമ്പായിട്ടൊരു പുസ്തകം അയക്കും. അതിൽ ഇതുവരെ മരിച്ചുപോയവരുടെ എല്ലാവരുടെയും പേരുകൾ, അംഗങ്ങളുടെ പേരുകൾ ഇടും. മരിച്ചുപോയ ദിവസം അടക്കം ഇടും. ഇപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം കയറ്റിയിട്ടില്ല. ഞാൻ വീണ്ടും കയറ്റിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു അംഗത്വം പോസ്റ്റ്മസ് ആയി അദ്ദേഹത്തിന് ഒരു അംഗത്വം തീരുമാനിക്കാം. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാണാം. അല്ല, അങ്ങനെ ഒരു അംഗത്വം കൊടുക്കുന്ന രീതി ഇന്ന് നിയമപുസ്തകത്തിലില്ല. ഞാൻ 4-5 വക്കീലുമാരായിട്ട് ഇത് ഈ കത്ത് വന്നപ്പോൾ സംസാരിച്ചത് എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ വക്കീലുമാർ പറഞ്ഞു അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല, അതുണ്ടാക്കാവുന്നേ ഉള്ളൂ. അല്ല, മരിച്ചുപോയ ഒരാൾക്ക് അംഗത്വം ഇതിപ്പം ഒരു ഭരണഘടന, ഒരു രാജ്യത്തിന്റെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭരണഘടനയാണ്. അതിനകത്ത് തിലകൻ ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, തിലകന്റെ കൂടെ നമ്മുടെ മനസ്സിൽ നല്ലോണം ഉണ്ട് തിലകനൊക്കെ. കാരണം എന്താ പറയുക, എനിക്ക് ഷമ്മി തിലകനുമായിട്ടുള്ള അടുപ്പത്തേക്കുള്ള തിലകനായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ഷമ്മി തിലകൻ ചെറിയ ഒരു